ഹലോ, എല്ലാവർക്കും ിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ഓയിൽ മേക്കിംഗ് വീഡിയോ ആണ്. താരൻ്റെയും മുടി കൊഴിച്ചിലിൻ്റെയും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഈ ഹെയർ ഓയിൽ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിൽ ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് ഞാനിവിടെ ആദ്യം എടുത്തേക്കുന്നത് കുറച്ച് നെല്ലിക്കയാണ്. ഒരു ബൗളിൽ നെല്ലിക്ക ഇത്രയ്ക്ക് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് കുറച്ച് സവാളയും ചെറുള്ളിയും കൂടെ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്താട്ടോ എടുത്തേക്കുന്നത്. രണ്ടും നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് കറിവേപ്പില നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് അലോവേരയാണ്. വീട്ടിൽ തന്നെയുള്ള ഫ്രഷ് അലോവേര, ജെല്ലോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. നല്ല ഫ്രഷ് അലോവേര തന്നെ വേണം. അപ്പോൾ ഇത്രയും അലോവേര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഞാൻ എടുത്തേക്കുന്നത് ബൃങ്കയാണ്. ബൃങ്ക എല്ലാവർക്കും അറിയായിരിക്കും. ചിലയിടങ്ങളിൽ കൈതൂന്നി എന്ന് പറയും, ചിലയിടത്ത് കയ്യൂന്നി പറയും. അപ്പം ഓരോ ഇടങ്ങളിൽ പല രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ബൃങ്കയാണ്. ബൃങ്ക നമ്മുടെ എല്ലാ ഹെയർ ഓയിലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ബൃങ്ക എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഒരു പിടി എടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എത്രയാണ് ഉള്ളത് അതെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയാണ് ബൃങ്ക എന്ന് പറയുന്നത്. അടുത്ത് ഞാനിവിടെ എടുത്തേക്കുന്നത് തുളസിയിലയാണ്. തുളസിയിൽ ഒത്തിരിയൊന്നും വേണ്ട, കുറച്ച് മതിയാവും. താരനൊക്കെ മാറാനൊക്കെ വളരെ നല്ലതാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും തുളസിയിലയൊക്കെ. അപ്പം അത് ഒരു പിടി എടുക്കുക, നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ച് തുളസിയില എടുക്കുക. അപ്പോൾ ഇനി വേണ്ടത് മുരിങ്ങയിലയാണ്. ഞാനിവിടെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയില എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്. ഞാൻ ഈ എണ്ണ കാച്ചുന്നത് 1/2 ലിറ്റർ വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ ഇത് നമ്മൾ മുരിങ്ങയില ഇത്രയും കാണുമ്പോൾ ഒരുപാട് തോന്നുമെങ്കിലും ഇത് അരച്ച് വരുമ്പോൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പം കുറച്ച് മുരിങ്ങയില എടുക്കുക. ഇനി ഞാൻ എടുത്തേക്കുന്നത് തുമ്പയാണ്. തുമ്പയുടെ ഇല എല്ലാവർക്കും അറിയാം. മിക്ക ഹെയർ ഓയിലിനും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തുമ്പ എന്ന് പറയുന്നത്. തുമ്പയുടെ ഇല നിങ്ങൾക്ക് എത്ര കിട്ടുമോ അത്ര എടുക്കുക. എനിക്ക് വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. തുമ്പയുടെ ഇല നിങ്ങളുടെ കിട്ടുന്ന പോലെ നിങ്ങൾ എടുക്കുക. അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെമ്പരത്തിപ്പൂ. ചെമ്പരത്തിപ്പൂ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോലുള്ള ഇഷ്യൂസിനൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇതും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് വേപ്പിൻ്റെ ഇലയാണ്. അതായത് നീം ലീഫാണ്. ഇത് നമുക്ക് ഡാൻഡ്രഫൊക്കെ മാറാനൊക്കെ സഹായിക്കും. നമ്മുടെ തലയിൽ ഇച്ചിങ് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ മാറാൻ സഹായിക്കും. ബട്ട് ഒരുപാട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ 1/2 ലിറ്ററിന് ആണ് ഇത് ഈ ഓയിൽ തയ്യാറാക്കുന്നത്. ഇത്രയും നീമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഒത്തിരി എടുക്കണ്ട കേട്ടോ. ഇത് ഒരുപാട് തലയ്ക്ക് ചൂട് കൂടും എന്നൊക്കെ പറയും. നീമൊക്കെ ഒരുപാട് ലീഫ് ഒത്തിരി ആഡ് ചെയ്താൽ ഇപ്പം കുറച്ച് മതി. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവ ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുകയാണ്. കുതിർത്ത് വെച്ചിട്ട് തലേദിവസം നമ്മൾ കുതിർത്ത് വെക്കണം. എന്നാലേ നമുക്ക് അത് എണ്ണ കാച്ചുന്ന ടൈമിൽ നല്ല രീതിയിൽ അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് ഈ ഒരു പരുവത്തിലാക്കണം. ഉലുവ മുടിയൊക്കെ നല്ല രീതിയിൽ വളരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഫുൾ ഓഫ് പ്രോട്ടീൻസ് ആണ്. അടുത്ത് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ എല്ലാവർക്കും അറിയാം. കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ എല്ലാവർക്കും അറിയാമല്ലോ. അത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഓയിലാണ് ഹെയർ ഗ്രോത്തിന്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ കൂട്ടെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് ഫുൾ എല്ലാം ഒരുമിച്ച് ഞാൻ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും വെളിച്ചെണ്ണയും കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എണ്ണ കാച്ചുന്നതിന് വേണ്ടി എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഗ്യാസൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഒരു അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ട് എങ്ങനെ എണ്ണ കാച്ചുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തലയിൽ തേക്കുന്നതിന് വേണ്ടി എണ്ണയൊക്കെ കാച്ചുമ്പോൾ ഇങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ എണ്ണ കാച്ചുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ സയൻറ്റിഫിക് വശമൊന്നും അറിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അടുപ്പിച്ചെടുത്തായിരുന്നു ഞാനിത് ഫുള്ള് കാച്ചി തീരുന്നതിന്. കാര്യം ഞാനിതിൽ ഉലുവയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പച്ചില മാത്രമാണെങ്കിൽ ഇത്ര ടൈം എടുക്കില്ല. നമ്മൾ ഉലുവയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഉലുവയുടെയൊക്കെ പച്ച ആ ഒരു ഇതൊക്കെ മാറുന്നതിന് തന്നെ നല്ല ടൈം എടുക്കും. നമ്മൾ എണ്ണ കാച്ചുമ്പോൾ അതിൻ്റെ വെള്ളമൊന്നും എണ്ണയിൽ ഒട്ടും നിൽക്കാൻ പാടില്ല. അതെല്ലാം മാറുന്നത് വരെ നമ്മളിത് നന്നായിട്ട് കാച്ചി കൊടുക്കണമെന്ന് പറയും. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും. മെയിനായിട്ട് ഉലുവയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം സാധാരണ നമ്മൾ ഉലുവയിൽ നിന്ന് ആഡ് ചെയ്യാണ്ട് എണ്ണ കാച്ചുമ്പോഴാണെങ്കിൽ ഇത്ര ടൈം എടുക്കില്ല. ഈ ഉലുവയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഒത്തിരി ടൈം എടുത്തു. അപ്പോൾ നമ്മളിന്ന് എണ്ണ കാച്ചുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം.
ഇപ്പം കണ്ടാൽ മനസ്സിലാകും നമ്മുടെ ഓയിലിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ആദ്യം ഒരു കോക്കനട്ട് ഓയിലിൻ്റെ തന്നെ കളറായിരുന്നു. ഇപ്പം നമ്മുടെ ആ കൂട്ടൊക്കെ മിക്സ് ആയിട്ട് ഒരു കോഫി കളറിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം ഞാൻ ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലോട്ട് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 100 ml ആവണക്കെണ്ണ ഇതിലോട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ മൊത്തം അര ലിറ്റർ പ്ലസ് 100 രണ്ടും കൂടി 600 ml ആയി. അപ്പോൾ ഇതിലോട്ട് ഞാൻ ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആവണക്കെണ്ണ വളരെ നല്ലതാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന്. മുടിക്കൊക്കെ ബെസ്റ്റ് ഓയിൽ എന്ന് പറയുന്നത് ആവണക്കെണ്ണ തന്നെയാണ്. അപ്പം അത് ഒരു ബോട്ടിൽ ഫുള്ള് ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവണക്കെണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ആവണക്കെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒഴിക്കാൻ പാടില്ല. കുറച്ച് ഈ ഒരു അതായത് നമ്മുടെ ഓയിലിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയം വേണം നമ്മൾ ആവണക്കെണ്ണ ഒഴിക്കാൻ. ലാസ്റ്റ് ഒഴിക്കാൻ പാടില്ല. ഈ ഒരു മിഡ് ടൈമിൽ വേണം നമ്മളിത് ഒഴിക്കാൻ. വളരെ നല്ലൊരു ഹെയർ ഓയിലാണിത്. നിങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഹെയറിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. ഡാൻഡ്രഫ് പോലുള്ള ഇഷ്യൂസ് മാറും. അതൊക്കെ എല്ലാം നമ്മുടെ തലമുടിക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇപ്പം തിളയ്ക്കുമ്പോൾ പത വരുന്നുണ്ട്. പത വരാൻ പാടില്ലെന്നല്ല, പതയെല്ലാം ഫുള്ളായിട്ട് മാറണം. കാര്യം അതിൻ്റെ ആ കൂട്ടിൻ്റെ ഒരു പച്ചപ്പ് നിൽക്കുന്നതുകൊണ്ടാണ് ആ പത വരുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മാറുമ്പോഴാണ് ഈ എണ്ണ കറക്റ്റായിട്ട് അതിൻ്റെ പരുവാകുന്നത്. അപ്പോൾ എണ്ണയൊക്കെ അടിയിൽ പിടിക്കാണ്ട് സൂക്ഷിക്കുക. അതിനുവേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഇളക്കി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം അടിയിൽ പിടിക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കുക. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഒരുപാട് തീയിടാൻ പാടില്ല. ഒരു ചെറു തീയിൽ വെച്ചിട്ടാണ് കാച്ചേണ്ടത്. ഇപ്പം ഗ്യാസിലാണെങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചെയ്യാൻ. ഒരുപാട് ചെറു തീയിൽ നിന്നിട്ട് വേണം ഇതൊക്കെ കാച്ചണമെന്ന് പറയാം. എനിക്കിതിൻ്റെ ഒന്നും സയൻറ്റിഫിക് വശങ്ങൾ അറിയില്ല. എന്തുകൊണ്ട് ഇത് പറയുന്നത് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതനുസരിച്ച് ഞാൻ ഫോളോ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ഏകദേശം റെഡിയായി വരികയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കളറൊക്കെ കണ്ടാൽ അറിയാം, നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ബ്രൗൺ പ്ലസ് ബ്ലാക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു കളറാണ്. അപ്പം ഫുള്ള് എണ്ണയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഇതാണ് എണ്ണ. കളർ ഉണ്ടല്ലോ അല്ലേ, ഫുള്ളൊരു ബ്ലാക്കും ബ്രൗണും കൂടെ ചേർന്നിട്ടൊരു കളറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെയും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.